60 വയസ്സായി. ഞാനൊരു 10-35 വയസ്സിലൊക്കെ നല്ലോണം മീൻ പിടിച്ചു. രാത്രി പോകും, പകല് പോവും, ബോട്ട് പോയിരുന്നു ദൂരത്ത്. ഇവിടെ മീനിലാണ്. പിന്നെ കുറച്ച് വിദേശത്തായിരുന്നു ബഷീർ. വിദേശത്തായിരുന്നു. ഇപ്പോഴും പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയാണ്. എനിക്ക് പാസ്ബുക്ക് ഒക്കെ ഉണ്ട്. വഞ്ചിയിൽ ഇപ്പോഴും പോകും, പക്ഷെ അപ്പൊ പോക്കില്ല. നമ്മളെ ആരോഗ്യത്തിന്റെ അപ്പൊ ഈ ഒരുപാട് മീൻ തന്നെ നാശനഷ്ടം വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് കാരണമല്ല, അത് ഈ മീൻ പിടുത്തം കൊണ്ടാണ്. വിദേശ രാജ്യങ്ങളിലെ പിടുത്തം കൊണ്ട് അടവ്, കുണ്ടാടി, കോര, മാന്തള്, ബാമീന്, പൊമ്മീന്, ബരിമീന്, കോര തന്നെ പല ഐറ്റംസ് കോരകളുണ്ട്. ആ മീനുകളൊന്നും ഇപ്പൊ കാണില്ല. മത്സ്യത്തൊഴിലാളിക്ക് പല ആനുകൂല്യം അത് അറിയാതെ പോവാണ് മത്സ്യത്തൊഴിലാളികൾ. എന്തൊക്കെ ആനുകൂല്യം എനിക്കുണ്ടെന്നുള്ളത്, മരണാന്തര സഹായം, വിവാഹധന സഹായം, വീട്, ലൈഫ്, പിന്നെ മോട്ടോർ വാഹനം, ഫിഷറീസ്, ക്ഷേമ നിധിന്ന് അപേക്ഷ കൊടുത്താൽ ക്ലിയറാണ്, രേഖകൾ ക്ലിയറാണ്, കൊടുക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വളരെ വിഷമാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആനുകൂല്യങ്ങൾ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ പ്രസ് പൊളിച്ചിട്ടാണ് ഇവിടെ ഫിഷ്ലാൻഡ് സെന്റർ കലാതം മാസ്റ്ററാണ് ഈ ഫിഷ്ലാൻഡ് സെന്റർ കൊണ്ടുവരാൻ 1986. ആ സമയത്തുള്ള ഫിഷ്ലാൻഡിൽ ഇപ്പൊ നമ്മളിവിടെ നിൽക്കണേ. എന്നാലോ ഇവിടെ അക്കാലത്ത് പരപ്പനങ്ങാടിക്കിനേക്കാളും ബേപ്പൂരിനേക്കാളും കൂടുതൽ മീൻ പിടിച്ച സ്ഥലമാണ് വള്ളിക്കുന്ന് പഞ്ചായത്ത്. നല്ലതുപോലെ യുവാക്കൾ രംഗത്ത് വരുന്നുണ്ട്, പഠിച്ച കുട്ടികൾ തന്നെ വരുന്നുണ്ട്. അത് ഇപ്പൊ കമ്പ്യൂട്ടർ മേഖല ആണല്ലോ മൊത്തം. മീൻ എവിടെയൊക്കെ ഉണ്ടെന്ന് ക്യാമറയിൽ അടിച്ചു നോക്കിയാൽ കാണാം. ഇല്ലാത്തത് ഉള്ളത് അപ്പഴത്തിനപ്പം അറിയാം. പറഞ്ഞില്ലേ, മാക്രിയാണ് ഇവിടെ നമ്മളാകെ പ്രശ്നം. ഈ വല പോലത്തെ മീൻ അടിച്ചു പിടിച്ച് ഇത് കംപ്ലീറ്റ് തുളച്ച് കയറിങ്ങാണ്ടുള്ള വല നശിപ്പിക്കുകയും ചെയ്യുന്ന മീൻ പുറത്തു പോവുകയും ചെയ്യും. ഇതിന് ഓട്ടം ഉണ്ടാക്കിയിട്ട് മാക്രി ഇവിടെ അത് വലിയ പ്രശ്നമാണ്. പിന്നെ കാലാവസ്ഥക്കനുസരിച്ച് ചിലപ്പോൾ മീനില്ലാതെ വരും. അത് കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂനമർദ്ദനാണ് ഏറ്റവും വലിയ പ്രശ്നം. ന്യൂനമർദ്ദനം മത്സ്യത്തൊഴിലാളികൾക്ക് ബാധിക്കുന്ന കേസാണ്. അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് വെച്ചാല് ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ്. പരവാരികൾ ഇപ്പൊ കണ്ടില്ല, വലകളൊക്കെ കിടക്കണ്ടില്ലേ. പണിക്ക് പോണ ആൾക്കാരവരൊക്കെ ഇവരൊന്നും ഇപ്പൊ നിങ്ങൾ കാണാൻ ഇടയായത് പണിക്ക് പോകാത്തോണ്ട് കാണണ ഇല്ല, ഇവരൊന്നും ഉണ്ടാവില്ല. തുടർച്ചയായിട്ട് 3 മാസമായി. വളരെ മോശമാണ്, വളരെ മോശം. ഇത്രയും മോശം അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല എന്നാ പറയാനുള്ളത്.